ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഒരു വണ്ടർഫുൾ ഡേ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് എന്താ പറയുക, നല്ല രീതിയിലുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ, താഴേക്കും മേളിലേക്കും ഒക്കെ നല്ല രീതിയിലായിരുന്നു മീൻസ് വോളറ്റൈൽ ഉണ്ടായത്. സോ മെയിനായിട്ട് നമ്മൾ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു മാർക്കറ്റ് ഒന്നില്ലെങ്കിൽ ആ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 120-100 താഴെ വന്നിട്ട് ലിക്വിഡിറ്റി അവിടെ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് ഒരു മേളിലേക്ക് പോകാം. ഇന്നലത്തെ വീഡിയോയിൽ എക്സാക്റ്റ് നിങ്ങൾക്ക് ലാസ്റ്റ് എടുത്ത് ആ ലാർജ് ടൈം ഫ്രെയിമിലെടുത്ത് നോക്കിയാൽ എക്സാക്റ്റായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഈവൻ നമ്മൾ നിഫ്റ്റിയുടെ ആ ലോയൊക്കെ ശരിക്കും ബ്രേക്ക് ചെയ്തപ്പോഴും നമുക്ക് ആ 22-100 എന്ന ലെവൽസിൻ്റെ അടിയിൽ നമുക്ക് നല്ലൊരു ക്യാൻഡിൽ അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. നമുക്ക് നല്ല ലോങ് ടൈം ഫ്രെയിമിൽ വരുമ്പോൾ എന്തായാലും അത് കാണിച്ചു തരാം. ഞാനത് ടെലിഗ്രാം ചാനലിൽ ഷെയറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഒരു രീതിയിൽ മീൻസ് നമുക്ക് നല്ലൊരു എന്താ പറയുക, നമുക്ക് നല്ലൊരു ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്തു. അതല്ല എങ്കിൽ മീൻസ് അത് മേളിലേക്കുള്ളവരെ മാക്സിമം ഷെയ്ക്ക് ഔട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഏതൊരു രീതിയിലും ഇത് രണ്ട് ലിക്വിഡിറ്റി ആണെങ്കിലും ഷെയ്ക്ക് ഔട്ട് ആണെങ്കിലും അത് കറക്റ്റാണ്. ബിക്കോസ് എല്ലാവരെയും മാർക്കറ്റിന് പ്രോഫിറ്റ് തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളൊരു സ്ട്രൈക്കിൽ കയറിയാൽ നമുക്ക് ലിമിറ്റഡ് ലോ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ. അതാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒറ്റയടിക്ക് എക്സിറ്റ് ആവില്ല. മീൻസ് നമ്മളൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാർക്കറ്റ് താഴേക്ക് വന്നാലും നമുക്ക് ആ ഒരു ലിമിറ്റഡ് ലോസ് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ മാക്സ് ലോസ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ, മീൻസ് ആ ഒരു സ്ട്രാറ്റജിയിൽ കയറിയാൽ മീൻസ് നമുക്ക് നല്ല ഒരു മേളിലേക്കുള്ള റാലിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. വൺസ് നമ്മൾ ലാസ്റ്റത്തെ ഇതിൽ പറഞ്ഞു, ഇനി നമുക്ക് അങ്ങനത്തെ നല്ലൊരു സ്ട്രാറ്റജി, ഇനി ബുൾ കോൾ സ്പ്രെഡോ അല്ലെങ്കിൽ കോൺട്രോ എന്താണെങ്കിലും ബുൾ കോൺട്രോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഇനി അത് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സെറോദയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുവഴി ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് മീൻസ് അങ്ങനത്തെ സ്ട്രാറ്റജി ഉപയോഗിക്കാം. ഫയേഴ്സിൽ സെറോദയിലും മീൻസ് കുറച്ച് ലോങ് സ്ട്രൈക്കിൽ നമുക്ക് കയറാൻ പറ്റില്ല. മീൻസ് അവർ ബ്ലോക്ക് ചെയ്തിട്ടേക്കായിരിക്കും. അപ്പോൾ ഫയേഴ്സ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഫയേഴ്സിനാകുമ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിടാം. അപ്പോൾ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ ഫയേഴ്സിൻ്റെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ബുൾ കോൺട്ര സ്പ്രെഡ്, ബുൾ കോള് മീൻസ് ബുൾ കോൺട്രം സ്പ്രെഡൊക്കെ ആയിട്ട് ചെയ്ത് ഈസി ആയിട്ട് പ്രോഫിറ്റിൽ നേടാം. ഇതുപോലെയുള്ള ഒരു ഷേക്ക് ഔട്ട് മാർക്കറ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഷേക്ക് ഔട്ട് ആവാണ്ട് നമുക്ക് ആ ഒരു ബുൾ റണ്ണിൽ ഇരിക്കാനും പറ്റും. അപ്പോൾ അതൊക്കെയാണ് മാർക്കറ്റിൽ നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. എനിവേ, എല്ലാവർക്കും ഒരു നല്ല ദിവസമാകുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് കാര്യങ്ങളാണ്. എന്തായാലും നമ്മളെപ്പോഴും പറയാറുള്ള പോലെ വിക്സ് കൂടുതലാണ്. അപ്പോൾ വിക്സ് കൂടുമ്പോൾ ക്വിക്ക് ഫാൾ ആൻഡ് റണ്ണായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം, വൺസ് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആയ 22-300 നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ. അവിടെ നിന്ന് നമുക്ക് ക്വിക്കായിട്ട് തന്നെ ഡിമാൻഡ് സോണിലേക്കായിരുന്നു. ആൻഡ് പെട്ടെന്നുള്ള റൺ തന്നെയായിട്ട് ഡിമാൻഡ് സോണിലേക്ക് വന്നു. അവിടെ നിന്ന് പിന്നെയും വലിയ ക്യാൻഡിൽസ് വന്നു, മീൻസ് ഫാള് തുടരുകയായിരുന്നു. ഈവൻ നമുക്ക് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷനിൽ മിഡ് ക്യാപ് നിഫ്റ്റി 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാം നല്ലൊരു റാലിയായിരുന്നു മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഉണ്ടായത്. അപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, ഈവൻ നമുക്ക് നിഫ്റ്റിക്കാണ് ഒരു സ്ട്രെങ്ത്ത് കാണാത്തത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. മിഡ് ക്യാപ് നിഫ്റ്റി നല്ല രീതിയിൽ മൂവ് ചെയ്യേണ്ടിയിരിക്കുകയായിരുന്നു. അത് നല്ല ഇൻഡിക്കേഷൻ ആയിരുന്നു. ബിക്കോസ് മാർക്കറ്റ് മേളിലേക്ക് പോകും എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഒരു സൈൻ നമുക്ക് അവിടെ നിന്ന് തന്നെ ഏകദേശം കിട്ടിയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെയും മാർക്കറ്റ് ആ ഒരു ഷെയ്ക്കിങ്ങിന് വേണ്ടിയിട്ട് പിന്നെയും താഴേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് എന്താ പറയുക, നമുക്ക് ലാസ്റ്റ് നല്ലൊരു റാലി മേളിലേക്ക് തന്നു. താഴേക്ക് ഷേക്ക് ഔട്ട്, ഇവിടെ നിന്ന് മാക്സിമം ഷേക്ക് ഔട്ട് ചെയ്തു. ഈവൻ 22-100 ലെവലിൽ നിന്ന് താഴേക്ക് വന്നിട്ടാണ് ആ ഒരു നല്ല പുൾ ബാക്ക് റൺ ഉണ്ടായത്. ഈസി ആയിട്ട് എന്താ പറയുക, നമുക്ക് ആ ഒരു പ്രോഫിറ്റിൽ കയറോ എടുത്തോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് എന്താ പറയുക, നമുക്ക് അവിടെ നിന്ന് ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷനിൽ നിന്ന് നമുക്ക് ഇനിയുള്ള ദിവസത്തേക്ക് നല്ലൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ബിക്കോസ് നമുക്ക് നല്ലൊരു ക്ലോസിംഗ് ആണ് കിട്ടിയേക്കുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിലും ഫോർവേഡ് ടൈം ഫ്രെയിമിലും നമുക്ക് ലാസ്റ്റ് നോക്കാം. ലാസ്റ്റ് നോക്കണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിന് മുമ്പ് എങ്ങനെയാണ് ബിൽഡിങ് OISൻ്റെ ബിൽഡ് ചെയ്തിട്ട് ആൻഡ് FISൻ്റെ കാര്യങ്ങളും കൂടി അറിഞ്ഞ് ലാസ്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഓൾ മാർക്കറ്റിൻ്റെ ഒരു ഐഡിയ ഫുള്ള് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ
ലാസ്റ്റ് അതിലേക്ക് പോണത്. ഇനി ഈ ഫസ്റ്റ് ഒന്നും കാണാൻ താല്പര്യമില്ലാത്തവർ ലാസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ബിക്കോസ് നമ്മൾ അവിടെ എന്തായാലും മാർക്കറ്റിൻ്റെ ഒരു ലാർജ് ടൈം ഫ്രെയിമിൽ ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാക്സിമം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഡിമാൻഡ് സോണിൽ നിന്ന് താഴെ വന്നിട്ടാണ്. പിന്നെ 22,100 എന്ന ലെവൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് നല്ല രീതിയിൽ വന്നു. 300 ഈവൻ 300 വരെ വന്നു. പിന്നെയും ആ ലെവൽസിലേക്ക് ബാക്ക് ചെയ്തു. ഈവൻ 22,100ഉം ഫോളോ ചെയ്തു. ഇവിടെയായിരുന്നു മാക്സിമം ഷേക്ക് ഔട്ട് നടത്തിയത്. ദെൻ അവിടെ നിന്നാണ് ഒരു നല്ല റാലി ഉണ്ടായേക്കുന്നത്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ അനാലിസിസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നിഫ്റ്റിയിൽ മാക്സിമം എവിടേക്കാണ് കോൾ പുട്ട് മാക്സിമം കോൾസ് ആൻഡ് ഇത് പുട്ട് റൈറ്റിംഗ് എവിടെയൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ലെവൽസിൻ്റെയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. എവിടെയാണ് നമുക്ക് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റിൽ നിഫ്റ്റിയിൽ നമുക്ക് ഇനി നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പം ഇനി നെക്സ്റ്റ് എക്സ്പയറി 23 മെയ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് ഇന്ന് എങ്ങനെയാണ് ഏറ്റവും മാക്സിമം കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് എവിടേക്കാണ് നമുക്ക് നല്ല രീതിയിൽ പുട്ട് റൈറ്റിംഗ് 22,400 വന്നിട്ടുണ്ട്. 22,400 നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ഉണ്ടായതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ നമുക്ക് എന്താക്കുന്നത് 22,400 ഒരു ഇത് വന്നേക്കുന്നത്. മീൻസ് നമുക്ക് നല്ല ഒരു സപ്പോർട്ടായിട്ട് വന്നേക്കണം. അവിടെ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി ഒരു സ്ട്രാഡിലാണെങ്കിലും അവിടെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 22,500 കാണാം. 23 മെയ് ഓക്കെ 22,400 നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇന്നത്തെ ഇതിൽ തന്നെ കാണാം നല്ല റെസിസ്റ്റൻസ് വന്നു. ഇപ്പോൾ നമുക്ക് അവിടെ കാണാം 22,400 ഒരു കോൾ അൺവൈൻഡിങ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈവൻ നമുക്ക് ലാസ്റ്റത്തെ മീൻസ് നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കുമ്പോൾ തന്നെ 22,500 തന്നെയാണ്. 22,500 സ്റ്റിൽ കുറച്ചൊന്ന് കോൾ റൈറ്റിംഗ് അവിടെ വന്നിട്ടുണ്ട്. ഈവൻ പുട്ട് റൈറ്റിംഗ് അവിടെ വന്നിട്ടുണ്ട്. 22,400 സ്റ്റാഡിലുണ്ട്, 22,300 സ്റ്റാഡിലുണ്ട് ആൻഡ് 22,200. സോ 22,200 to 22,500 ആ ലെവൽ നമുക്ക് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ വെക്കണം. ബിക്കോസ് 22,500 ആണ് മാക്സിമം റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. അവിടെയും നമുക്ക് എന്താ ഒരു പുട്ട് റൈറ്റിംഗ് മീൻസ് പുട്ട് റൈറ്റിംഗ് കയറി വരുന്നുണ്ട്. അപ്പോൾ 22,500 നമ്മൾ ഓൾറെഡി അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു പുട്ട് റൈറ്റിങ്ങിൻ്റെയും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാം. ആൻഡ് 22,200 to 22,500 ലെവൽ. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ നമുക്കൊരു ഗ്രീൻ, ബിക്കോസ് ഇവിടെ നമുക്ക് എല്ലായിടത്തും ഒരു കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് ഈവൻ എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് താഴെ വരെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ ഒരു ബുൾ കോൾ സ്പ്രെഡിലേക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റാവുന്ന ഒരു ചാൻസ് ഉണ്ടാവുമെന്ന് മീൻസ് ഇന്ന് കയറാത്തവർക്ക് വേണമെങ്കിൽ നാളെയും നമുക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്ന നോക്കാം. മീൻസ് നിങ്ങൾ അതിന് നല്ലൊരു പൊസിഷൻസ് വേണമെങ്കിൽ നമുക്ക് എന്തായാലും നാളെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും അത് ഷെയർ ചെയ്യാൻ നോക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. മീൻസ് അങ്ങനത്തെ നല്ലൊരു പൊസിഷൻസ് വേണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് നമുക്ക് 22,400 to 22,500 ദെൻ 22,000. അപ്പോൾ ഈ ഒരു ഓൾമോസ്റ്റ് എല്ലാ ലെവലിലും ഈക്വൽ കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് ആണ്. ഇവിടെ എന്ത് അൺവൈൻഡിങ് നടക്കുന്നു അത് നമുക്കായിരിക്കും നമ്മൾ 22,500 ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസിലേക്ക് പോവും. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് സെയിം നിഫ്റ്റീനെ പോലെ തന്നെയായിരുന്നു. ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, പിന്നെ ക്വിക്ക് ഫോളായിരുന്നു ഡിമാൻഡ് സോളിൻ്റെ അടിയിലേക്ക്, പിന്നെ അവിടെ നിന്ന് ഒരു ക്വിക്ക് മേളിലേക്കുള്ള റണ്ണും, പിന്നെയും ഒരു താഴെയും ഷേക്ക് ഔട്ടും, പിന്നെയും മേളിലേക്ക് ആ ഒരു നല്ല ബൈയിങ് ഒക്കെ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയും തന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഇന്ന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് എങ്ങനെ ബാങ്ക് നിഫ്റ്റീനെയും കൺസിഡർ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയുടെ മീൻസ് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് എവിടെയൊക്കെ നമുക്ക് കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് ഒന്ന് കുറച്ചും കൂടി ഒരു പുട്ട് റൈറ്റിങ്ങും ഈവൻ കോൾ റൈറ്റിങ്ങും 48 വന്നിട്ടുണ്ട്. അപ്പോൾ 48 ഡെഫിനറ്റ്ലി ബ്രേക്ക് ചെയ്താൽ ബാങ്ക് നിഫ്റ്റിക്ക് നല്ലൊരു റാലി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് അതിൻ്റെ മേളിൽ ബാങ്ക് നിഫ്റ്റി കറൻ്റ്ലി ഇപ്പോൾ നല്ലൊരു ഹെവി മീൻസ് ഒരു റെസിസ്റ്റൻസ് ആയിട്ടൊന്നും നിൽക്കുന്നില്ല. ഈവൻ മാക്സിമം റെസിസ്റ്റൻസ് വന്നേക്കുന്നത് തന്നെ 48,500 ആൻഡ് താഴേക്ക് നമുക്ക് കാണാം വീക്ക്നെസ് ഉണ്ട്. 47,500 നല്ലൊരു സപ്പോർട്ടുള്ളത്.
അപ്പോൾ സെയിം ബാങ്ക് നിഫ്റ്റിക്ക് 48,500 കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് ആയിട്ട് തന്നെ പോകുന്നു. ദെൻ ഇനി നമുക്ക് ഒരു സ്ലൈറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 48,500 ഒന്ന് കൺസിഡർ ചെയ്യാം. 48,500 ചെറിയൊരു റെസിസ്റ്റൻസ് അവിടെ ഒന്ന് ഫീൽ ആയി നിൽക്കുന്നു. ആൻഡ് 47,500 സ്റ്റിൽ നമുക്ക് എന്താ ഇപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ സപ്പോർട്ട് കയറി വരുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ഇത്രയും ദിവസം എന്താ പറയുക, നമുക്കൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഇപ്പോൾ റെസിസ്റ്റൻസ് അവിടെ ഒന്ന് കുറഞ്ഞിട്ട് മീൻസ് സപ്പോർട്ട് ഒന്ന് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഈവൻ റെസിസ്റ്റൻസ് സ്ലൈറ്റ്ലി ആണെന്ന് വേണമെങ്കിൽ ഒന്ന് പറയാം. നമുക്ക് അവിടെ വളരെ സ്ലൈറ്റായിട്ട് തന്നെ ഇത് കൊടുക്കാം. മീൻസ് റെസിസ്റ്റൻസ് മീൻസ് കോൾ റൈറ്റിംഗ്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഓവറോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ അനാലിസിസിൽ പറയാനുള്ളത്. 48 ഒരു സ്ട്രാഡിൽ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് എന്ന് പറയുന്നത് 48,000 ആണ്. 48,000 മീൻസ് ഒരു ബ്രേക്ക് ഔട്ട് നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് ഈവൻ 48,200 പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ നമുക്ക് കോൾ അൺവൈൻഡും കൂടി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് മേളിലേക്ക് പോകാനുള്ള ചാൻസ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് OI അനാലിസിസിൽ വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു കാര്യം അതാണ്. ഇനി നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ FISൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നോക്കാം. FIS സ്റ്റിൽ എന്താ പറയുക, ഒരു ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഓപ്ഷൻസിൽ അവർ ഒരു വലിയ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. ജസ്റ്റ് ഒരു സ്ലൈറ്റ് എമൗണ്ട് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിങ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഫ്യൂച്ചേഴ്സിലും അങ്ങനെ തന്നെ ഒരു ജസ്റ്റ് ഒരു 14,000 സെല്ലിങ് മാത്രം. ഈവൻ FIS മാർക്കറ്റിൽ ആക്റ്റീവ് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് നമുക്ക് OI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് OI ഇൻഡെക്സ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഇന്നലത്തെ പൊസിഷൻസ് തന്നെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്ക് സ്റ്റിൽ അവർ ഇതിൽ നിന്നൊന്നും മാറിയിട്ടില്ല. ആൻഡ് ഈവൻ സെല്ലിങ്ങും അവർ ഇന്നലത്തെങ്ങാനും കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ FISൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും കാണുന്നില്ല. ബിക്കോസ് ഇന്നത്തെ നല്ലൊരു രീതിയിലുള്ള റാലി ആണെങ്കിൽ. ആൻഡ് DISൻ്റെ പ്രോയിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പോസിറ്റീവായിട്ട് കാണാം. ഡെയിലിയിൽ അവരൊന്ന് മേളിലേക്ക് വന്നിട്ടുണ്ട്. ഇൻഡെക്സ് ഓപ്ഷൻസിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഒന്ന് കുറച്ച് സ്ലൈറ്റ്ലി ഒന്ന് സെൽ ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ അത്രയും ബൈങ്ങില്ല. ആൻഡ് ഇവിടെ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ കാണാം. ബിക്കോസ് നമുക്ക് നല്ലൊരു ഫാളായിരുന്നു. ഇവിടെ നമുക്ക് നല്ലൊരു ഫാൾ കിട്ടി. ഈവൻ നമുക്കറിയാം ഫാൾ കണ്ടിന്യൂ ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ ഇവിടെ നമുക്ക് കോൾ അൺവൈൻഡിങ് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കോൾ അൺവൈൻഡിങ്ങിനനുസരിച്ച് ഈ ഒരു ലാർജ് അൺവൈൻഡിങ്ങിനനുസരിച്ച് ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നല്ലൊരു ഫാള് അതിന് ശേഷം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പിന്നെ നമുക്ക് കുറഞ്ഞാൽ വരണം. ഈവൻ നമുക്ക് ഇപ്പം നല്ലൊരു ബൈയിങ് ലെവലൊക്കെ വന്നു. ആൻഡ് ഇവിടെ നമുക്ക് പുട്ടും കുറഞ്ഞു വന്നു. അപ്പോൾ ഇവിടെ OI ഇൻഡെക്സ് ഓപ്ഷൻസ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് മീൻസ് പ്രോയിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ പോസിറ്റീവിലേക്ക് മീൻസ് മാർക്കറ്റിനൊരു റിവേഴ്സിലേക്ക് ശരിക്കും നമുക്കത് തരുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് OI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിങ് കുറച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് നല്ലൊരു ബൈയിങ് മീൻസ് നല്ലൊരു റിവേഴ്സിലേക്കുള്ള സൂചന പ്രോയിൻ്റെ ഭാഗത്ത് നൽകുന്നുണ്ട്. അപ്പോൾ OIയിൽ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പോസിറ്റീവാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നല്ല പോസിറ്റിവിറ്റി ഉണ്ട്. ദെൻ ഇനി നമുക്ക് FISൻ്റെ സെല്ലിംഗ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ക്യാഷ് മാർക്കറ്റിൽ. അതും പോസിറ്റിവിറ്റിയാണ് നമുക്ക് കാണുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ DISൻ്റെ ബൈയിങ് സ്റ്റിൽ ആ ഒരു 2,100 റേഞ്ചിൽ തന്നെ വന്നിട്ടുണ്ട്. FISൻ്റെ ആ നല്ല ഹ്യൂജ് സെല്ലിങ് കുറഞ്ഞു. അപ്പോഴും നമുക്ക് മാർക്കറ്റിനൊരു റിവേഴ്സ് കാണാം. അപ്പോൾ FIS നല്ല രീതിയിൽ ബിയറിഷ് ആയിട്ടുമില്ല. എന്നാൽ DISൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നല്ലൊരു ബുള്ളിഷ് പെർഫോമൻസ് OI ഭാഗത്ത് നിന്ന് നമുക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അബ്സല്യൂട്ട്ലി നമുക്ക് എന്താ പറയുക, നമുക്ക് നല്ലൊരു ഇൻഡിക്കേഷനാണ്. ബിക്കോസ് നമുക്ക് ഇനി ഒരു റാലി മീൻസ് നെക്സ്റ്റ് റൗണ്ട് ഓഫ് റാലിക്ക് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ലെഗ് റാലി എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് അതിനുള്ള സൂചന ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ലാസ്റ്റ് ലെഗ് ആവാനുള്ളൊരു ചാൻസ് എന്ന് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിഫ്റ്റി ആണ് നമുക്ക് കാണുന്നത്. നിഫ്റ്റി 4 hour ടൈം ഫ്രെയിമാണ്. 4 hour ടൈം ഫ്രെയിമിൽ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു നിഫ്റ്റിയുടെ ഇവിടെ നിഫ്റ്റി ഒരു പാറ്റേൺ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വൺസ് ഇത് ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ ഇതൊരു ഡബിൾ ടോപ്പായിട്ട് കൺസിഡർ ചെയ്താൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എന്തായാലും പോവും. നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് 23,000 ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അതിനനുസരിച്ചുള്ള ക്യാൻഡിൽ മൂവ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഡേ മീൻസ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് തന്നെ നോക്കാം. ആൻഡ്
ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു പോയിൻ്റ് തന്നെയാണ്. അത് ഇവിടെ നമുക്ക് കാണാം. ഈ ഒരു ലെവൽ കാണുക. ഈ ഒരു ലെവലിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, എക്സാക്റ്റായിട്ട് വരച്ചും കാണിച്ചു. വൺസ് ഇവിടെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തു, മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നിട്ട് പിന്നെയും പുൾ ബാക്ക് നടത്താം. അത് വേണമെങ്കിൽ എന്താ പറയുക, നമുക്ക് ആ 22,300 ഒക്കെ വരെയും ബ്രേക്ക് ചെയ്ത് പോകാമെന്ന് എക്സാക്ട്ലി ഇന്നലെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത്രയും അനാലിസിസ് ആയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ നമുക്ക് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ നമുക്ക് ക്ലോസിങ്, ഒരു നെഗറ്റീവ് ക്ലോസിങ് ഇല്ലാണ്ട് നമ്മൾ എന്താ പറയുക, നമുക്കൊരു നെഗറ്റീവ് ഇൻഡിക്കേഷൻ വരില്ല എന്നുള്ള കാര്യം നമ്മൾ നിഫ്റ്റിയുടെ അനാലിസിസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ട്രെൻഡ് മനസ്സിലാക്കുക, അത് ഉപകരിക്കപ്പെടുന്നു എന്ന് കാണാം. ബിക്കോസ് ഒരുപാട് പേർക്ക് ഇൻട്രാഡേ അനാലിസിസ് വെച്ചിട്ട് സുഖമാണല്ലോ. 5 മിനിറ്റ്സ് എടുത്തിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം എടുത്തിട്ട് നിങ്ങൾക്ക് പറയാം 2 ലെവലുണ്ട്. ഇന്നലത്തെ ഹൈയും ഇന്നലത്തെ ഡേയും ഇങ്ങനെ ജസ്റ്റ് ലോ മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം, സെല്ല് ചെയ്തു, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബൈ ചെയ്തു, ഇവിടെ നിന്ന് വീണ്ടും സെല്ല് ചെയ്യാം. ബിക്കോസ് മാർക്കറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സുഖമാണ് അങ്ങനെ എല്ലാം പറയാൻ, സെല്ല് ചെയ്യുക, ബൈ ചെയ്യുക. ആൻഡ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ ഇവിടെ സെല്ല് ചെയ്യുക, ബൈ ചെയ്യുക എന്ന് പറയണമെങ്കിൽ എന്ത് കാര്യമുള്ള, ആദ്യം നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ മാർക്കറ്റ് എങ്ങനെ മൂവ് ആകും എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ധൈര്യത്തിലിരിക്കും, നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ ചെയ്യാമെന്ന് കാണും, എന്ത് ധൈര്യത്തിൽ നമുക്കത് ബൈ ചെയ്യും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്യാൻഡിൽ ഫോർമേഷനൊക്കെ വന്നിട്ട് ഇവിടെ നമുക്ക് എന്താ പറയുക, ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നല്ല ക്യാൻഡിൽ ഫോർമേഷനാണ്. ഒരു ഒരു ഇൻട്രാഡേ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇത് നല്ലൊരു ബൈയിങ് ക്യാൻഡിലാണ്. ഇവിടെ നമുക്ക് എന്താ പറയുക, ഇവിടെ ഇത് നല്ലൊരു ബ്രേക്ക് ഔട്ട് തരുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് ഞാൻ ഇൻട്രാഡേ അത് അത്ര ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ബിക്കോസ് ഇൻട്രാഡേയിൽ ഒരുപാട് ഫേക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ നടക്കാം. അപ്പം ഇങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ലെവലിൽ ഈ ഒരു ലെവലിൽ ഇതിൻ്റെ ഒരു ഹൈ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. ഒരുപാട് താഴേക്കൊന്നും സ്റ്റോപ്പ് ലോസ് വെക്കരുത്. ആൻഡ് അതിൻ്റെ ഹൈ ഈ ഒരു ഹൈയും പ്രോബ്ലമാണ്. ഏത് ലെവലിൽ വേണമെങ്കിലും നിങ്ങളുടെ SL ഹിറ്റാവാം. ബിക്കോസ് ഈ ഒരു ഹൈ വരെയൊക്കെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ടാർഗറ്റ് കിട്ടില്ല. ആൻഡ് അപ്പോൾ ആ ടാർഗറ്റ് കിട്ടണമെങ്കിൽ ഈ 2 ക്യാൻഡിൽ വന്നു, അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങണം. ഈവൻ 22,300 ഓൾറെഡി നമുക്കറിയാം നല്ല റെസിസ്റ്റൻസ് ലെവൽ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ അങ്ങനെ ഇറങ്ങാം. അതല്ല എങ്കിൽ ഇങ്ങനത്തെ ട്രേഡ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ നേരത്ത് അങ്ങനത്തെ ഇത് നോക്കുക. ആൻഡ് ഞാൻ മാക്സിമം ഇൻട്രാഡേ, അതുകൊണ്ടാണ് ഞാൻ ട്രേഡിങ് ചാനലിൽ പോലും ഇൻട്രാഡേയുടെ ട്രേഡ്സ് അത്ര അങ്ങോട്ട് കൊടുക്കാത്തത്. അല്ലാണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒട്ടും അറിയില്ല എന്നുള്ള കാര്യം കൊണ്ടല്ല. മാക്സിമം നമുക്ക് ഇതുപോലെയുള്ള പൊസിഷണൽ ട്രേഡ് വിത്ത് ലിമിറ്റഡ് ലോ സ്ട്രാറ്റജീസൊക്കെ ഉപയോഗിച്ച് ചെയ്താൽ നമ്മളും ഫ്രീ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഓവർ ട്രേഡിങ് പോലത്തെ ഉള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതുപോലെയുള്ള ഏത് ട്രേഡിൽ ലോസ് വന്നാലും നെക്സ്റ്റ് ട്രേഡിനുള്ള അറ്റംപ്റ്റിന് വേണ്ടി എല്ലാ ലെവൽസിലും നോക്കും. ഇവിടെ ഏത് ക്യാൻഡിൽ വന്നോ എല്ലാ ക്യാൻഡിൽസിലും തപ്പിപ്പെറക്കലായിരിക്കും, ഇവിടെ വേണോ എന്ന്. അതിലൊക്കെ ഏറ്റവും നല്ലത് നമ്മൾ എന്താ പറയുക, നമുക്ക് ആ ഒരു പൊസിഷണൽ ട്രേഡിനെ സെറ്റപ്പ് ചെയ്ത് വന്നാൽ അതായിരിക്കും നമ്മുടെ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം എന്ന് സൂചിപ്പിക്കുകയാണ്. സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമും കൂടി ഒന്ന് പോയി നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്കൊരു സൂപ്പർ ക്യാൻഡിൽ ഇന്ന് നിഫ്റ്റിക്കും ഫോം ചെയ്തിട്ടുണ്ട്. സൂപ്പർ ക്യാൻഡിൽ വിത്ത് നല്ലൊരു വോളിയം കൂടി വന്നിട്ടുണ്ട്. ആൻഡ് ഈവൻ നമ്മൾ പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് സോണിലേക്കും ബ്രേക്ക് ചെയ്തിട്ടാണ് നമുക്ക് നല്ലൊരു ക്യാൻഡിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു കൺഫർമേഷൻ ആക്കി എടുക്കാം. മേ ബി നിഫ്റ്റി ഹിറ്റിംഗ് ടു 23,000 എന്ന് വേണമെങ്കിൽ ഈ ഒരു ലെവലിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. അൺടിൽ നിഫ്റ്റിക്ക് ഈ ഒരു സിംഗ്ലോ ആണ് ഇനി ഇമ്പോർട്ടൻ്റ് ആക്കി എടുക്കേണ്ടത്. ഓൾമോസ്റ്റ് 22,100 തന്നെയാണ് ഇപ്പോഴും. ഇതൊരു ബ്രേക്ക് ചെയ്യാണ്ട് നിഫ്റ്റി ഇനി താഴേക്ക് വീഴില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് അനാലിസിസ് എന്ന് പറയണമെങ്കിൽ അതാണ് നമുക്ക് നോക്കേണ്ടത്. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഈവൻ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇത് തന്നിട്ടില്ല. ബാങ്ക് നിഫ്റ്റി
നിഫ്റ്റിയുടെ ഒരു ക്ലോസിങ് അത്രയും ഒരു സുഖകരമായില്ല. ബട്ട് ഈവൻ നല്ലൊരു ക്യാൻഡിൽ വന്നു. നമുക്ക് ഇന്നലത്തേക്കാളും ഡേ ക്ലോസിങ് ഇതിനേക്കാളും ഇന്ന് നമുക്ക് ക്ലോസിങ് തന്നിട്ടുണ്ട്, മീൻസ് ഹൈലൈറ്റ് ക്ലോസിങ് തന്നിട്ടുണ്ട്. നല്ലൊരു വിക്ക് ക്യാൻഡിലാണ്, കുറച്ചും കൂടി ഒരു ബോഡി ബിൽഡ് ചെയ്തെങ്കിൽ ഇതുപോലത്തെ ഒരു ക്യാൻഡിലാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു കൺഫർമേഷൻ തന്നെയായിരുന്നു. അപ്പോൾ 48,000 ബ്രേക്ക് ചെയ്താൽ ഇവൻ നമുക്ക് നല്ല ഇവിടെ വെച്ചിട്ട് നല്ലൊരു 48,000 ബ്രേക്ക് ചെയ്താൽ ഇവൻ നമുക്കിനി ബാങ്ക് നിഫ്റ്റിക്ക് ഒരു നിയർ ടു 50K അല്ലെങ്കിൽ ഒരു 50K പ്ലസ് ടാർഗറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു റാലി ബാങ്ക് നിഫ്റ്റിക്കും സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഇവിടെയൊക്കെ നമുക്ക് റെസിസ്റ്റൻസ് കുറഞ്ഞു തന്നെയാണെങ്കിൽ ഈ ഒരു ലെവൽസിലൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു ബുൾ കോൾ സ്പ്രെഡ്, അതായത് ഒരു കോൾ ബൈ ചെയ്യുക ആൻഡ് അതിന് തൊട്ട് മേലെ നിങ്ങളുടെ റിസ്കിൻ്റെ മീൻസ് നിങ്ങളുടെ റിസ്ക് അനുസരിച്ച് ഇവിടെ ഒരു കോൾ സെല്ലിങ് ചെയ്യാം. അത് തന്നെയാണ് ബുൾ കോൾ സ്പ്രെഡ് വരിക. അപ്പോൾ വൺസ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ബാങ്ക് നിഫ്റ്റി ഇവിടെ എവിടെ അവസാനിച്ചാലും നല്ല പ്രോഫിറ്റിലായിരിക്കും. മീൻസ് ഇനി ഇവിടെ നിന്ന് ബാങ്ക് നിഫ്റ്റി താഴേക്ക് വീണു ആൻഡ് എന്ത് സംഭവിച്ചോട്ടെ ഇവിടെ നമുക്ക് നമ്മൾ ലിമിറ്റഡ് ലോസിൽ നമുക്ക് അവിടെ ഇറങ്ങാനും പറ്റും. അപ്പോൾ അതാണ് മീൻസ് നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ പറയാനുള്ള കാര്യങ്ങൾ. മീൻസ് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കാണ്ടിരിക്കുക. ഞാൻ അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ സ്പ്രെഡ് സ്ട്രാറ്റജീസും ആൻഡ് അതോടൊപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. മീൻസ് സെല്ലിങ് സ്ട്രാറ്റജീസ്. അപ്പോൾ സെല്ലിങ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പോൾ കൺസോൾട്ടേഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ബുൾ കോൾ സ്പ്രെഡാണ്. അതുപോലെ തന്നെ നമുക്ക് ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് വെറുതെ സെല്ല് ചെയ്തിട്ട് ലോസ് വരുത്തിയിട്ട് കാര്യമില്ലല്ലോ. പകരം നമുക്ക് ലിമിറ്റഡ് ലോസിൽ വെച്ചിട്ട് ഓപ്ഷൻ ബൈയിങ് തന്നെയാണ്, സെല്ലിങ് ഇൻക്ലൂഡഡ് ആണ്, സ്പ്രെഡാണ്. ബിക്കോസ് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ്, ബൈയിങ്ങും സെല്ലിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ലോസ് ലിമിറ്റ് ചെയ്തു. നമ്മൾ നല്ലൊരു ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ട്രാറ്റജീസാണ്. അപ്പോൾ ആ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാം എന്തായാലും. ആൻഡ് ലൈവ് മാർക്കറ്റൊക്കെ വരണമെന്ന് പറയുന്നുണ്ട്, ബിക്കോസ് ടൈമിങ്ങിൻ്റെ കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ടാണ്. എന്തായാലും ലൈവ് മാർക്കറ്റ് മാക്സിമം അറ്റൻഡ് ചെയ്യുക, അതിലേക്കും വരാൻ നോക്കുക. ആൻഡ് ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ എന്നാൽ പറഞ്ഞു കുറച്ച് പേര് നമുക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ക്ലാസ്സിലേക്ക് നമുക്ക് അങ്ങനെ നല്ലൊരു ട്രെൻഡ് ഇതുപോലെയുള്ള ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല ഇത് ബിൽഡ് ചെയ്തെടുക്കാം, കോൺഫിഡൻ്റ് ആയിട്ട് മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്യാം. ഈവൻ മോർ ഇൻട്രാഡേ, ഒരുപാട് ഇൻട്രാഡേ കളഞ്ഞ് മീൻസ് ക്യാഷ് ഉണ്ടാക്കുന്നവരുണ്ടാവും, ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് ഒരുപാട് ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയ ആൾക്കാർക്കൊക്കെ ഒരുപാട് സ്ട്രെസ് അതിൽ വന്നിട്ട് മീൻസ് ഏതെങ്കിലും ഒരു ഈ ചുമ്മാ ബൈ ചെയ്ത് സെല്ല് ചെയ്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പോകാനുള്ള ചാൻസും ഹ്യൂജായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പുതിയ ആൾക്കാർക്ക് ഏറ്റവും നല്ല ഒരു കാര്യമാണ് നമ്മൾ പറയുന്ന സ്പ്രെഡ് സ്ട്രാറ്റജീസ്. ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും വേണമെങ്കിൽ നെക്സ്റ്റ് ഡേ ഒക്കെ സംസാരിക്കാമെന്ന്. കുറച്ച് വീഡിയോ ഒന്ന് ലോങ് ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണും എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. എനിവേ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.